സുഹൃത്തുക്കളെ, റെയിൻ ഗാർഡിങ് എങ്ങനെ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ശശിധരൻ കന്നേലിൽ മുണ്ടക്കയം, കോട്ടയം. എൻ്റെ പാഠം 12 എന്നുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും റെയിൻ ഗാർഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ശാസ്ത്രീയമായി റെയിൻ ഗാർഡ് ചെയ്യുന്ന എല്ലാ വശങ്ങളും അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. സാധാരണ ചെയ്യുന്നതിന് വ്യത്യാസമായി കുറച്ചുകൂടി ദീർഘനാൾ ലീക്കില്ലാതെ മരങ്ങളെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള അതിനുള്ള 1-2 കാര്യങ്ങളാണ് ലഘുവായി ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. റെയിൻ ഗാർഡ് സാധാരണ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷം വരുമ്പം വീണ്ടും അത് പറിച്ചു കളഞ്ഞിട്ട് റെയിൻ ഗാർഡ് ചെയ്യും, അടുത്ത വർഷം വീണ്ടും അത് പറിച്ചു കളഞ്ഞ് റെയിൻ ഗാർഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ആവർത്തിച്ച പ്രക്രിയ യേക്കാൾ കൂടുതൽ നല്ലത് ഈ വർഷം റെയിൻ ഗാർഡ് ചെയ്തത് നമ്മൾ അടുത്ത വർഷം ചെയ്യാൻ വരുമ്പോൾ ആ മുൻ വർഷത്തെ ആ റെയിൻ ഗാർഡ് പറിച്ചു നീക്കണ്ട, അവിടെ തന്നെ നിൽക്കട്ടെ. ആ പ്ലാസ്റ്റിക് മാത്രം 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി പ്ലാസ്റ്റിക് മാത്രം കട്ട് ചെയ്ത് കളയുക. അത് ഉപയോഗിച്ചുള്ള പശയും ബാക്കി 4 ഇഞ്ചുള്ള പ്ലാസ്റ്റിക് അവിടെ തന്നെ നിൽക്കട്ടെ. ഈ കഴിഞ്ഞ വർഷം ചെയ്ത റെയിൻ ഗാർഡ് ഇവിടെ നിൽക്കുകയാണ്, കണ്ടില്ലേ? അതിൻ്റെ ഒരു പോർഷൻ ഇവിടെ നിൽക്കുകയാണ്. ഇത് കൊണ്ടുള്ള നേട്ടം ഇത് കളയുന്നില്ല. ഇതുകൊണ്ടുള്ള നേട്ടം ഈ വർഷം ഇവിടെ റെയിൻ ഗാർഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വർഷത്തെ ആ റെയിൻ ഗാർഡിൻ്റെ മുകളിൽ ഇതൊരു ഷെയ്ഡായിട്ട് നിൽക്കുമ്പോൾ ഈ മഴ പെയ്യുമ്പോഴുള്ള വെള്ളത്തിൻ്റെ ഫോഴ്സ് മരത്തേക്കൂടെ ഒഴുകി വരുന്നതും ഡയറക്റ്റ് വീഴുന്നതിൻ്റെ ഫോഴ്സ് കുറയുകയും ഈ ലീക്കേജ് പരമാവധി ഇല്ലാതെ വരികയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ കളയേണ്ട ഒരു കാര്യമില്ല. തലേ വർഷത്തെ അവിടെ നിലനിർത്തുന്നതാണ് നല്ലത്. ഈ തോട്ടത്തിൽ നോക്കിക്കേ, തലേ വർഷങ്ങളായിട്ട് ഒരു സൈഡ് തീർന്നിട്ട് എ പാനൽ തീർന്ന് ബി പാനൽ ഫസ്റ്റ് ഇയർ തുടങ്ങിയതാണിത്. എ പാനലിനെ പോലും റിമൂവ് ചെയ്തിട്ടില്ല. റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചില ആളുകൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നീക്കി ആളുകളെ വെച്ച് ചിരണ്ടി പറിച്ച് ഇത് എടുക്കുക, പിന്നീട് അവിടെ ബോർഡോ പേസ്റ്റ് തേക്കുക. ഇതൊക്കെ നമ്മുടെ സമയവും സാമ്പത്തികവും നഷ്ടമാകുന്നുള്ളൂ. ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് സമയാനുസരണം നമ്മൾ ഇത് താനേ പൊഴിഞ്ഞു പൊക്കോളും. ഒരു കേടും മരത്തിനില്ല, അത് പൊളിക്കേണ്ട കാര്യമില്ല. പല ആളുകളും ഇങ്ങനെ പൊളിച്ച് വൃത്തിയാക്കി കാണാൻ ഭംഗിയായിരിക്കും. അതങ്ങനെ ആണിയൊക്കെ തല്ലി പൊളിച്ചെടുക്കുന്ന സമയത്ത് അല്പസ്വല്പം അവിടെ പൊട്ടാനും മഴയാണെങ്കിൽ അവിടെ ചീക്കലുണ്ടാകാനും ഒക്കെ കാരണമാകുമല്ലാതെ ഒരു ഗുണവും ഈ ചിരണ്ടി തേക്കുന്ന ഇത് വൃത്തിയാക്കുന്നതുകൊണ്ടില്ല. അതുകൊണ്ട് പഴയ പ്ലാസ്റ്റിക് ഇട്ട ആ ഭാഗങ്ങളൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. കാണാൻ ഇച്ചിരി വൃത്തികേടൊക്കെ ഉണ്ടെങ്കിലും മരത്തിനൊരു ദോഷവുമില്ല, നമ്മുടെ സാമ്പത്തികവും നഷ്ടപ്പെടുകയില്ല. അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ റെയിൻ ഗാർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിൽ ഈ ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോലെ ആ മരത്തിന് ചുറ്റും ചിരണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന മാതിരി നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഒട്ടിക്കുക. അത് 4 ഇഞ്ച് വീതി മാത്രമുള്ള പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കട്ടിയുള്ള പ്ലാസ്റ്റിക്, ആ ഷെയ്ഡ് 4 ഇഞ്ച് വീതിയിൽ മാത്രം ചുറ്റും അങ്ങ് ഒട്ടിക്കുക. ഇതൊന്ന് ശ്രദ്ധിക്കുക. റെയിൻ ഗാർഡ് സാധാരണ പ്ലാസ്റ്റിക്കാണ് ഇട്ടേക്കുന്നത്. അതിന് തൊട്ട് മുകളിൽ ഇതാ ഒരു ഷെയ്ഡ് പോലെ പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ? ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ഒരു ഭാഗം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അടുത്ത 3 വർഷത്തേക്ക് ലീക്കേജ്, അതായത് ചോർച്ച ഒരു പരിധി വരെ തടഞ്ഞു നിർത്തും. കാരണം മഴ പെയ്താൽ ഈ ഭാഗത്തു നിന്നും ഇങ്ങനെ വരുന്ന വെള്ളം ഇവിടെ തടഞ്ഞിട്ട് അത് പ്ലാസ്റ്റിക് അടുത്ത താഴെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മണ്ടയിലോട്ടേ വീഴത്തുള്ളൂ. ഒരിക്കലും ഈ ഭാഗത്തോട്ട് വരത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇത് വെട്ടുപട്ടയും ചിരട്ടയ്ക്കും വെള്ളത്തിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം നല്ല നിലയിൽ കിട്ടുന്നതാണ്. അപ്പം പരമാവധി ആളുകൾ ഇത്തരത്തിൽ റെയിൻ ഗാർഡ് ചെയ്തതിന് തൊട്ട് മുകളിൽ ഇത്തരം ഒരു ഷെയ്ഡ് കൂടെ, ഒരു കുട്ടി റെയിൻ ഗാർഡ്, ഈ റെയിൻ ഗാർഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ ചിലവും ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. എന്നാലേ ഈ ഷെയ്ഡ് മാത്രം ഈ ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ നീളത്തിൽ മാത്രമേ ഉള്ളെന്നുള്ളൂ. ബാക്കി എല്ലാ ചിലവും ഒരാൾ സാധാരണ റെയിൻ ഗാർഡ് ചെയ്യുന്ന ചിലവ് ഇതിനുണ്ടാകുന്നുണ്ട് താനും. അപ്പം ഇങ്ങനെ ചെയ്താൽ ഒരു 3 വർഷം മിനിമം നമുക്ക് ഈ ലീക്കേജ്, അതായത് ഇതിൻ്റെ ചോർച്ച തടഞ്ഞു നിർത്താൻ പറ്റും. നിങ്ങൾ സാമ്പത്തികം അനുവദിക്കുന്നുണ്ടെങ്കിൽ, സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്ത ഒരു തോട്ടമാണ് ഇതാ. ഈ തോട്ടത്തിലെ എല്ലാ മരങ്ങളും ഇവിടുത്തെ ടാപ്പിംഗ് ആരോടും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞാൻ ചോദിച്ചതിൽ നിന്ന് മനസ്സിലായതാണ്. ഇതുകൊണ്ട് വളരെ നേട്ടമുണ്ട്. ലീക്ക് കുറവാണ്. അതുപോലെ തന്നെ പട്ടച്ചീയൽ വളരെ കുറവാണ്. ഇവർ നേരത്തെയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഈ പട്ടച്ചീയൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഇൻഡോഫിൽ എന്ന് പറയുന്ന കുമിൾനാശിനി അടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് 10 ദിവസം 12 ദിവസം കൂടുമ്പോൾ മാത്രമേ അടിക്കുന്നുള്ളൂ. കാരണം വെട്ടുപെട്ടലിലോട്ട് വെള്ളം വീഴുന്നില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നല്ല രീതിയിലുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.
അതുപോലെ ഇതുവരെയും നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.